നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി വടക്കാഞ്ചേരിക്കാരുടെ പ്രിയങ്കരനായ സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ അണ്ടേങ്ങാട്ട് വേണുവാണ്. വടക്കാഞ്ചേരിക്കാരുടെയും കേരളത്തിലെ തന്നെ മികച്ച സാംസ്കാരിക പ്രവർത്തകരുടെയും ഇടയിൽ വേണുകേട്ടനെ പോലെ സ്വീകാര്യനായ ഒരു സാംസ്കാരിക പ്രവർത്തകനില്ല. വടക്കാഞ്ചേരിയിൽ വന്ന് താമസിക്കുന്ന പലരെയും ഹാർദവമായി സ്വീകരിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് വടക്കാഞ്ചേരിക്കാരുടെയും വേണുകേട്ടൻ്റെയും. അദ്ദേഹം നടത്തിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അങ്ങേക്കും എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ മീഡിയയിൽ വന്ന് ഒരു അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. ഒപ്പം ഒരുപാട് ഡോക്യുമെൻ്ററികൾ, പിന്നെ നമ്മുടെ വായനശാലയ്ക്ക് നൽകിയ സേവനങ്ങൾ, പൂര കമ്മിറ്റി നൽകിയ സേവനങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധേയമായി പറയാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അങ്ങയുടേത്? ഞാൻ വടക്കാഞ്ചേരി സ്വദേശിയാണെങ്കിലും 22 വർഷമേ വടക്കാഞ്ചേരി ജീവിച്ചിട്ടുള്ളൂ. 73 വയസ്സായ എനിക്ക് 51 വർഷക്കാലം അപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് പുറത്താണ് ഞാൻ താമസിക്കുന്നത്. എങ്കിലും നിരന്തരമായി അവരായിട്ട് ബന്ധപ്പെട്ടിരുന്നു. വടക്കാഞ്ചേരിയെ മറന്നിട്ടുള്ളൊരു കളി ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. വടക്കാഞ്ചേരിയെ ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടേ നടന്നിട്ടുള്ളൂ. 32 വർഷം ഞാൻ സൗദി അറേബ്യയിൽ പ്രവാസിയായി ജീവിച്ചു. 3 വർഷം ബോംബെയിൽ, 6 വർഷം ബഹ്റൈനിലും. ഇങ്ങനെ ഒരുപാട് കാലം പുറത്തായിരുന്നു. എങ്കിലും ഞാൻ വടക്കാഞ്ചേരിയോടുള്ള അടുപ്പം എന്നും മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോ തവണ ലീവിൽ വരുമ്പോഴും ഞാൻ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ തൃശ്ശൂരും വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളിലും നടത്തിക്കൊണ്ടു പോരാറുണ്ട്. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഞാൻ കഥകളി ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അതെ അതെ അതെ. ഊത്തളക്കാവ് പൂരത്തിൻ്റെ വടക്കാഞ്ചേരി വിഭാഗത്തിൻ്റെ ഒരു ചീഫ് കോർഡിനേറ്ററാണ് ഞാൻ. അതിൻ്റെ സോമനീരിൻ്റെ ചീഫ് എഡിറ്ററും ഞാനാണ്, അല്ല ചീഫ് കോർഡിനേറ്റർ. അത് എല്ലാ കൊല്ലം പുറത്തു കൊണ്ടുവരുന്നത് എൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഇവിടെ ഒരു പ്രവാസി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ പ്രസിഡൻറ്റും ഞാനാണ്. അത് എല്ലാ കൊല്ലം ഷെയർ ഹോൾഡേഴ്സിന് ഞങ്ങൾ നല്ല ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. ഇത്തവണയും കഴിഞ്ഞ ആഴ്ച എൻ്റെ ജനറൽ ബോഡി ഉണ്ടായിരുന്നു. അതിനും ഞങ്ങൾ മെമ്പേഴ്സിന് നല്ല നിലയിൽ ഒരു ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടായി. നാളെ വിടുന്നതിന് മുമ്പ് എനിക്ക് വടക്കാഞ്ചേരി വായനശാലയുമായിട്ട് നല്ല പ്രവർത്തനം, പബ്ലിക് ലൈബ്രറിയുമായി. അതെ, അന്ന് അതിൻ്റെ 1900 നാളത്തിന് മുമ്പ് ഒരു കൊല്ലം ഞാൻ അതിൻ്റെ ഭരണസമിതിയിൽ അംഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ വേണുകേട്ടനോടൊപ്പം പിന്നെ ആരൊക്കെയായിരുന്നു ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്? PN മേനോൻ, അഡ്വക്കേറ്റ് PN മേനോൻ, E ശിവദാസ്, മാടമ്പ് രവി, കൊടക്കാടത്ത് ബാലകൃഷ്ണ മേനോൻ, അങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് വലിയ കാമ്പുള്ള. അതെ, അവരൊക്കെ ആയിരുന്നു ആ കമ്മിറ്റിയിലുണ്ടായതാണ് എൻ്റെ ഓർമ്മ. ഈ മാടമ്പിൻ്റെ ഇവിടെ കാര്യം പറയുമ്പോൾ മാടമ്പ് മന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ മാടമ്പ് മനയുമായിട്ട് എനിക്ക് ക്രിക്കറ്റ് കളി, മാതൃഭൂമി ആഴ്ച പതിപ്പ് ആദ്യം വായിക്കാനുള്ള ഒരു പ്രചോദനം അതൊക്കെ കിട്ടിയത് ആ വീട്ടിൽ നിന്നാണ്. അവിടെ കുറേ വർഷങ്ങളുടെ മാതൃഭൂമി ആഴ്ചവകുപ്പ് ബൈൻഡ് ചെയ്ത് വെച്ച ഒരു കാഴ്ച എൻ്റെ ചെറുപ്പത്തിൽ കാണുണ്ടായി. അത് അന്ന് മുതൽക്ക് എനിക്ക് മാതൃഭൂമിയുടെ ആഴ്ചവകുപ്പ് തുടങ്ങിയിട്ടുള്ള ആ സ്നേഹം ഇന്നും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ സ്ഥിരം വായനക്കാരനാണ് ഇന്ന് ഞാൻ. അപ്പോൾ വായനശാലയുടെ പ്രവർത്തനത്തിൽ ഞാൻ ധാരാളം ഉൾപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. ശങ്കരനാരായണനായിട്ട് നല്ല അന്ന് മുതലേ ഉണ്ട്, ഇപ്പോഴും അത് തുടർന്നു പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരനാരായണന്റെ ഞാറ്റുവേല എന്നുള്ള ഒരു കഥാസമാഹാരം നമ്മുടെ ലൈബ്രറിയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യണ്ടായി. തദവസരത്തിൽ അതിന്റെ കോപ്പി MTക്ക് കൊടുക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി. MT വാസുദേവൻ നായർ. അതെ, ആ സ്റ്റേജിൽ വെച്ച് MTയുടെ സാന്നിധ്യത്തിൽ എനിക്ക് 4 വാക്ക് പറയാനും ഒരു കിട്ടി. ഗൾഫിലുള്ള കാലത്തായിരുന്നു ഞാൻ 2 ഡോക്യുമെന്ററികൾ അത് ഏതൊക്കെയായിരുന്നു അത്? ശോഭന പരമേശ്വരൻ നായർ, മലയാള സിനിമയെ എക്കാലം ഓർമ്മിക്കുന്ന നിർമ്മാതാവ്. MT വാസുദേവന്റെ സ്ക്രിപ്റ്റിന് ആദ്യത്തെ പ്രതിഫലം കൊടുത്ത ഒരു കൈകളായിരുന്നു മുറപ്പെണ്ണ്. അദ്ദേഹം കലാമൂല്യമുള്ള ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു. മധു, ജയേന്ദ്രൻ, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മൂപ്പരാണ്. അങ്ങേരെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ഞാൻ ഏഷ്യാനെറ്റിലെ MR രാജന്റെ സംവിധാനത്തിൽ. അത് ഏത് വർഷത്തിലായിരുന്നു? 2008 സിനിമയുടെ കാൽപ്പാടുകൾ എന്നായിരുന്നു അതിന്റെ. ധാരാളം മീഡിയ കവറേജ് കിട്ടിയ ഒരു ഡോക്യുമെന്ററി. പിന്നെ ഞാൻ 2009 പെരുവനം കുട്ടന്മാരെ കുറിച്ചൊരു ഡോക്യുമെന്ററി പ്രൊഡ്യൂസ് ചെയ്തു. കേളി രാമചന്ദ്രൻ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അതിൻ്റെ സംവിധായകൻ.
വേണേട്ടൻ്റെ ഒരു കഥാസംഹാരം ഉണ്ടല്ലോ ഇല്ലേ? ചെറുകഥ സംഹാരം. സമാധാനമില്ല. എൻ്റെ നാട് വിടുന്നതിന് മുമ്പ് ഒരു 10-25ഓളം കഥകൾ മലയാളം നാട്, മാതൃഭൂമി, കുങ്കുമം, മറ്റേ ജനയുഗം, അങ്ങനെ അത് ഏത് പേരിലാണ് എഴുതിയിരുന്നത്? സി വേണുഗോപാൽ. സി വേണുഗോപാൽ. ഓ ശരി ശരി. അപ്പോൾ ബാലമത്തിയിലെ കുട്ടേട്ടനുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അന്ന് കുട്ടേട്ടൻ കുഞ്ഞുണ്ണി മാഷാണ്, പലപ്പാട്ടുകാരൻ കുഞ്ഞുണ്ണി മാഷ്, നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവി. കുഞ്ഞുണ്ണി മാഷ് എൻ്റെ വീട്ടിൽ വടക്കാഞ്ചേരി വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഓ. അപ്പോൾ ഈ എഴുത്തും വായനയും ഇവിടെ നിന്ന് പോയതിനു ശേഷം പ്രവാസ ജീവിതത്തിലും തുടരാൻ പറ്റിയോ? വായന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. സൗദി അറേബ്യയിൽ ചെല്ലുന്ന കാലത്ത് അവിടെ സെൻസർഷിപ്പ് ഉണ്ട്. സെൻസർ ചെയ്തിട്ടുള്ള വാരികകളെ നമുക്ക് കിട്ടുള്ളൂ. അതും വളരെ വൈകിട്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ ലീവിൽ വരുമ്പോൾ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും, നോവലുകളും അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. അപ്പം എന്നിട്ട് അവിടെയുള്ള മലയാളികൾക്ക് പലരും ഞാൻ ഇത് വായിക്കാൻ കൊടുക്കാറുണ്ട്. അവരൊക്കെ ഇപ്പോഴും സ്നേഹത്തോടു കൂടി ഇത് ഓർക്കാറുണ്ട്. അതായത് വായനശാലയും ക്ലബ്ബുകളും അതൊന്നും ഇല്ലാതെ റിയാദിൽ ഇങ്ങനെ മലയാള പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടുന്നത് ഒരു അപൂർവ സൗഭാഗ്യമാണ്. അതെ, അത് ഇപ്പോഴും അവർ സ്നേഹത്തോടെ പലരും ഓർക്കും. അന്നത്തെ കാലത്ത് വേണേട്ടൻ അവിടെ സാംസ്കാരിക പ്രവർത്തകർ നടത്തുമ്പോൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാരൊക്കെയാണ്? ഇപ്പോഴും അവരൊക്കെയായിട്ട് ബന്ധമുണ്ടോ? റിയാദിൽ സാംസ്കാരിക പ്രവർത്തനം പറ്റില്ലായിരുന്നു ഞാൻ ചെന്ന കാലത്ത്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ലിബറലാണ് ആയി എന്ന് കേൾക്കാണ്ട്. ഞാൻ ചെല്ലുന്ന കാലത്തൊന്നും അവിടെ ഒന്നും പറ്റില്ല. ക്ലബ്ബുകളിലില്ല, സിനിമാ തിയേറ്ററുകളിലെ ഒന്നുമില്ല. ഈ നാടകാഭിനയം വേണേട്ടനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഞാൻ 6 വർഷക്കാലം ഉണ്ടായിരുന്നു. അടുത്ത ഒരു കൊല്ലം ബഹ്റൈൻ സമാജം എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലെ ഏറ്റവും പഴക്കം. അതെ, ഒരുപാട് നാടക മത്സരങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടായിട്ടുണ്ട്. 1950 തുടങ്ങിയ ആദ്യത്തെ മറ്റേ ബഹ്റൈൻ ഏരിയ അല്ല ഗൾഫ് ഏരിയയിലെ ആദ്യത്തെ സാംസ്കാരിക സംഘടന സമാജമാണ്. ശരി. അപ്പം അതിൽ ഞാൻ ഭരണസമിതിയിൽ ഒരു കൊല്ലം ഉണ്ടായിരുന്നു. ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1980-ൽ 81-ൽ അവിടെ നടന്ന മറ്റേ നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ടർക്കുള്ള ഒരു അവാർഡ്. അത് എന്ത് തരം കഥാപാത്രത്തെയാണ് വേണേട്ടൻ അവതരിപ്പിച്ചത്? ഓർമ്മയുണ്ടോ? നാടകം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ശരിക്കും പേര് വരുന്നില്ല. പോലീസുകാരന്റെ വേഷമായിരുന്നു. അത് ശരി. എന്നപ്പോൾ അതൊക്കെ ഡയറക്റ്റ് അത്താണികൾ എന്നായിരുന്നു നാടകത്തിന്റെ പേര്. അത് ഡയറക്റ്റ് ചെയ്യുന്ന ആരാണ് അന്ന് അവിടെ? അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വിദേശത്തേക്ക് ആകുമ്പോൾ നടികളൊക്കെ അഭിനയിക്കാൻ കിട്ടാറുണ്ടോ? ഇങ്ങനെയാ? ബഹ്റൈനിലുണ്ട്. ബഹ്റൈൻ ഒരു നല്ല സ്വതന്ത്രമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്താവുന്ന ഒരു ഏരിയയാണ്, രാജ്യമാണ്. അന്നും അതെ, ഇന്നും അതെ, എപ്പോഴും അതെ. ഈ വടക്കാഞ്ചേരി കേരളോർമ്മ അവിടെയുള്ള ജയാം മേനോൻ കേട്ടിട്ടുണ്ട്. ജയാം മേനോൻ മറ്റേ സൗദി അറേബ്യയിലെ ബഹ്റൈൻ സമാജത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നടിയാണ്. ശരി. അവർക്ക് അന്ന് അവിടെ എന്തൊക്കെയോ ജോലി ഉണ്ടായിരുന്നു അല്ലേ? ജോലി ഉണ്ടായിരുന്നു. നമ്മുടെ വടക്കാഞ്ചേരിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ കേരളോർമ്മ പബ്ലിക് ലൈബ്രറി എങ്ങനെയാണ് വേണ്ടിട്ട് ഓർമ്മിച്ചെടുക്കുന്നത്? അതായത് അന്നത്തെ കാലത്ത് അത്രമാത്രം പുസ്തകങ്ങളുള്ള ഒരു വലിയ ലൈബ്രറി അതുപോലത്തെ ഇല്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജില്ലയിലെ 2ാം സ്ഥാനമാണ് ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അന്ന് ഞാൻ നാട് വിടുന്നതിൻ്റെ തലേ കൊല്ലം അവിടെ ഒരു നല്ലൊരു മറ്റേ ആനുവൽ ഡേ നടത്തിയതിൻ്റെ ഓർമ്മയുണ്ട്. നല്ലൊരു അന്ന് വോയിസ് ഓഫ് ടിച്ചൂർ എന്നായിരുന്നു. നമ്മുടെ മറ്റേ മ്യൂസിക് ഡയറക്ടർ ജോൺസണും ആറ്റ്ലിയും ഒക്കെ ഉണ്ടായിരുന്ന അവരൊക്കെ വന്നിട്ട് ഇവിടെ മറ്റേ നല്ലൊരു ഗാനമേള നടത്തിയിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിച്ച അന്ന് രാത്രിയായിരുന്നു. ശരി. ഒരു നാടകത്തിൽ അഭിനയിച്ചിരുന്നു അന്ന് കേരളോർമ്മയുടെ നേതൃത്വത്തിൽ. അതെ. അന്നിപ്പോ അതിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് മാധവേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ? ഈ മാധവേട്ടന്റെ വീട് എന്ന് പറയുന്നത് മട എന്ന് പറയുന്ന മട കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തകരുടെയും ഒരു അടുത്തൊരാളാണ്. ഞാൻ അവിടെ പോവാറുണ്ട്, മടയിൽ പോവാറുണ്ട് അല്ലേ? പിന്നെ ഭരതൻ എൻ്റെ അടുത്തൊരു മറ്റേ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ശബരിമലയിലേക്ക് പോയ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് ശരി. അത് ഏത് കാലഘട്ടത്തിലായിരിക്കും? എത്ര വർഷം മുമ്പായിരിക്കും? 1965-72 കാലഘട്ടത്തിൽ. ഈ ഭരതൻ ട്രസ്റ്റ് അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലേ തൃശ്ശൂരിൽ? ഭരതൻ സ്മൃതി. അതുമായി എങ്ങനെയാണ് വേണ്ടിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? മറ്റേ ഒഫീഷ്യൽ പേരാണ് ഞാൻ മറ്റേ എന്താണ് ട്രഷറാണ്. ഇപ്പൊ 4 കൊല്ലം അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് ഇൻവോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക ഇടമുള്ള നാടാണ് നമ്മുടെ ഇത് വടക്കാഞ്ചേരി. മറ്റു പല ദേശങ്ങളിൽ നിന്ന് വടക്കാഞ്ചേരി വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഉത്രാളിപ്പൂരമാണോ, അത് നമ്മുടെ എക്സിബിഷനാണോ, അത് അവിടുത്തെ സാംസ്കാരികമായ അന്തരീക്ഷമാണോ? ഏതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നത്? നമുക്ക് കലാമണ്ഡലത്തിനോടുള്ള അടുപ്പം, പ്രോക്സിമിറ്റി,
പിന്നെ ഇവിടെ ഭരതൻ, അബൂബക്കർ, മാഞ്ഞി, പി എൻ മേനോൻ, ഉണ്ണികൃഷ്ണൻ, ഹൈദരാലി, കലാമുള്ള ഹൈദരാലി, ഒരുപാട് മറ്റേ തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ജന്മനാടാണ്. പക്ഷേ അതുപോലെ ഇന്നിപ്പോ അങ്ങനെ കലാപ്രവർത്തനങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യമില്ല. അല്ല വേണ്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം വളരെ വളർന്നു മുന്നോട്ട് പോയിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സാംസ്കാരിക പ്രവർത്തനം വളരെ കുറഞ്ഞു പോകുന്നു പലയിടങ്ങളിൽ. എന്തുകൊണ്ടാണത്? വടക്കാലയുടെ മണ്ണ് സാംസ്കാരിക പ്രവർത്തനത്തിന് നല്ല വളക്കുള്ള മണ്ണാണ്. അതെ അതെ, എല്ലാ കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ചേർത്ത് പിടിച്ചുള്ള ഒരു ഇടമാണ്. അതെ. പക്ഷെ അത് ഇന്നത്തെ തലമുറ എന്ന് പറയില്ല, ഇന്നത്തെ ആൾക്കാർക്ക് അതിനോട് പ്രതിപത്തി പഴയതുപോലെ ഇല്ല എന്ന് വേണം. അല്ല, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം അങ്ങനെ ഇതിൽ നിന്നൊക്കെ പിന്തിരിയുന്നത്? ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ടില്ലേ ജോൺസൺ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ മറ്റേ കഥകളി ക്ലബ്ബ് പണ്ടൊക്കെ മറ്റേ അരവിന്ദാക്ഷ മേനോനുള്ള കാലത്ത് കഥകളി മാസത്തിൽ ഒരിക്കലും ഒരു കഥകളി ചമ്പശ്ശേരി അരവിന്ദാക്ഷ. ഇപ്പൊ അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കൊല്ലത്തിൽ 2-3 കളി നമ്മളിവിടെ നടത്തുന്നത്. ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കഥകളി എന്ന് പറയുമ്പോൾ വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു കലയാണ്. അതിന് ആസ്വദിക്കാനുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത്. ശരി, വടക്കഞ്ചേരി പ്രദേശത്ത് ഈ ചെമ്പശ്ശേരി അരവിന്ദാക്ഷമേനോൻ നമ്മുടെ സാംസ്കാരിക രംഗത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അങ്ങയുടെ ഓർമ്മയിൽ വരുന്നത് ഏതൊക്കെയാണ് പ്രത്യേകിച്ച്? പ്രധാനമായിട്ടും പൂരത്തിന്, ഉത്തളക്കാവ് പൂരം ഇന്ന് ഈ നിലയ്ക്ക് പ്രശസ്തി നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രം പ്രശസ്തമായ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് വയനാട്. വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ തന്നെയല്ല, മലയാളത്തിലെ പല സംവിധായകരുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അരവിന്ദന്റെ ഒരിടത്തു നിന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ വലിയ സഹായ സഹകരണങ്ങൾ. അദ്ദേഹം തന്നെ ഒരു പ്രൊഡ്യൂസറാണ്. മറ്റേ ഏഴരക്കൂട്ടം, അതായത് ദിലീപിന്റെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ അല്ലേ? ദിലീപിനെ കൊണ്ടുവന്നതിൽ അപ്പം മേനു വലിയൊരു പങ്കുണ്ട്. നല്ല ബ്രേക്ക് കിട്ടിയ ഒരു സിനിമ. അതെ, നമ്മുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള കരീമായിരുന്നു അതിന്റെ ഡയറക്ടർ. ഇപ്പോൾ തൃശ്ശൂരിലുള്ള കലാപ്രവർത്തനങ്ങളിലെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ നാടിനെ കുറിച്ചത് മേനോനുമായിട്ടുള്ള സഹവർത്തിത്വമാണ്. ചമ്പശ്ശേരി അരവിന്ദാക്ഷ മേനോനുമായിട്ട്. ഈ അരവിന്ദാക്ഷ മേനോന്റെ ആരും ഇപ്പോൾ ഇവിടെ ഇല്ലേ? എങ്ങനെയാ, ബന്ധുക്കളോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും? മകനാണ് കേരള കോളേജിലെ പ്രിൻസിപ്പള്, ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ. അരവിന്ദാക്ഷ മേനോന്റെ മകനാണല്ലേ? നാരായണ മേനോൻ. അത് ശരി. പിന്നെ വേറൊരു മകനുള്ള മിലിറ്ററിയിലാണ് ജോലി എന്നാണ് അറിവ്. മകളുണ്ട്, മകള് തൃശ്ശൂർ തന്നെയുണ്ട്. 3 മക്കളാണ് മേനോൻ. ഇപ്പോഴും നമ്മുടെ ഉത്രാളിപ്പൂരത്തിനൊക്കെ വീണേട്ടൻ സജീവമല്ലേ? സജീവമാണ്. എന്നാലും ശാരീരികമായിട്ട് ഇപ്പൊ ചെറുപ്പം അല്ലല്ലോ, യുദ്ധം കടന്നുപോയി, മധ്യവയസ്സും കഴിഞ്ഞു അല്ലേ? അല്ല, ഈ സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിലും ഒരു എനർജി, പ്രത്യേക എനർജി ഉണ്ടാവില്ലേ? വേണ്ട, അത് ഈ ഒരു കടാത്ത തിരി എപ്പോഴും മനസ്സിലുണ്ടാവും. അതെ, അത് ഈ പ്രായത്തിലും വേണ്ടിട്ട് സൂക്ഷിക്കുന്നു. അപ്പൊ ഇത്രമാത്രം കഥകൾ എഴുതിയിട്ട് എന്തുകൊണ്ടാണ് വേണ്ടിട്ടാകുന്നൊരു സമാഹാരം ആക്കാതിരുന്നത്? എന്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് മറ്റേ സ്നേഹപൂർവ്വം നിർബന്ധിക്കാറുണ്ട്. അത് വേണ്ടതല്ലേ, ഒരു അടയാളപ്പെടുത്തലല്ലേ? അത് ഒരു 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥയായതുകൊണ്ട്. അതുകൊണ്ട് എന്താണ്, അതൊക്കെ രേഖകളാണല്ലോ. എന്റെ ഒരു ഓർമ്മക്കുറിപ്പുകൾ നമ്മുടെ ഒരു പുസ്തകം അടുത്ത കൊല്ലം സംഭവിക്കും. അല്ല, പുസ്തകം ഇത് ഓർമ്മക്കുറിപ്പുകൾ മാത്രമല്ല, ഇപ്പം മലയാള നാട്ടിലും കുങ്കുമത്തിലും വേണേട്ടൻ കഥകൾ എഴുതിയിരുന്നു എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. ഇപ്പോൾ വേണേട്ടൻ അണ്ടേങ്കാട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ സി വേണുഗോപാൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ആ ചില കഥകളിലൊക്കെ തൊട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തും വായനയും സാംസ്കാരിക പ്രവർത്തനവും നമുക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ ഇടപെടാനുള്ള ഒരു പ്രത്യേക എനർജിയും എവർലാസ്റ്റിംഗ് യവനും നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വേണേൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? തൃശ്ശൂർ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഭരതൻ സ്മൃതി, പിന്നെ ഞാൻ പ്രസിഡൻ്റായിട്ട് ഒരു ക്ലബ്ബ് അവിടെയുണ്ട്, തൃശ്ശൂർ NRS ക്ലബ്ബ് എന്നാണ് പറയുന്നത്. ഗൾഫിൽ 10-15 വർഷം ജോലി ചെയ്ത് പാരമ്പര്യമുള്ള ആൾക്കാരുടെ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലും വെച്ച് കൂടി നല്ല ഒരു ദിവസം ചിലവഴിക്കാറുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ ഒരു ക്ലബ്ബുണ്ട് അവിടെ. അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡൻ്റാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ജീവിതത്തിൽ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതിനിടയ്ക്ക് എക്കാലം ഓർക്കാവുന്ന മധുരിക്കുന്ന ഏതെങ്കിലും ഓർമ്മകളൊക്കെ വീണിട്ടുണ്ടോ? മധുരിക്കുന്ന ഓർമ്മകൾ പറഞ്ഞാൽ ഈ മടങ്ങി വന്നിട്ട് കലാമുള്ളം ഗോപിയാശാനുമായിട്ട് ഞാനിപ്പോൾ മറ്റേ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെനിക്ക് വീണ് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എം ടി സ്റ്റേജിൽ 2 തവണ പ്രസംഗിക്കാനുള്ള ഒരു ഭാഗ്യം. അതെ, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ജയേട്ടൻ പി ജയചന്ദ്രനുമായിട്ട് നല്ല അടുപ്പം കാത്തുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ
ഇനിയിപ്പോൾ തുടർന്ന് വേണേട്ടന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുകളിൽ പണ്ടൊരു പുസ്തകം അടുത്ത കൊല്ലം ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗൾഫിൻ്റെ ഓർമ്മകളും എൻ്റെ കലാപ്രവർത്തനങ്ങളിൽ ഇതുവരെയുള്ള എൻ്റെ ഓർമ്മകളും വടക്കാഞ്ചേരിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഓർമ്മക്കുറിപ്പുകൾ. ഈ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസിസുകളൊക്കെ നേരിട്ടിട്ടുണ്ടോ? ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണ്. നാട് വിട്ടതിന് ശേഷം അടിവെച്ച് ഞാൻ എൻ്റെ കഠിനമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഈ നിലയ്ക്ക് എത്തിയത്. ഒരുപാട് ആൾക്കാരെ സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊന്നും അങ്ങനെ പുറത്ത് പറയാറില്ല. ഒരുപാട് ആൾക്കാർ ഞാൻ വഴി രക്ഷപ്പെട്ടതായിട്ടുള്ളതാണ്. ഒരുപാട് പേരൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ആ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? അത്രയില്ല. ശരി. ഇപ്പോൾ വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ വായനശാല വളരെ സജീവമായിട്ട് നിൽക്കുന്നു. പിന്നെ ഇവിടെ നാടകപ്രവർത്തനം നടന്ന പലരും ഉണ്ട്. എങ്കിലും പഴയ കാലത്തെ തലയെടുപ്പുള്ള സാംസ്കാരിക കലാപ്രവർത്തകർ ഇന്ന് വടക്കാഞ്ചേരി ഇല്ല എന്നാണ് പലരും പറയുന്നത്. ഞാൻ പറയുന്നതല്ല, പഴയ കാലത്ത് നിരീക്ഷിച്ചിരുന്ന പലരും പറയുന്നത്. ശരിയാണ്, ഞാനും അതിനോട് യോജിക്കുന്നു അല്ലേ? ഇപ്പം ഈ വേണ്ടിട്ട് നല്ല ഒരുപാട് പ്രവർത്തിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും കലാരംഗത്തേക്ക് വരുന്നില്ല. മറ്റു രംഗങ്ങളിലാണ് കൂടുതൽ ആൾക്കാരുടെ പ്രവർത്തനം. അമിതമായ രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലേക്കും വന്നിരിക്കുകയാണോ? കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കാൾ വലുതായിട്ട് ജനത്തിന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണോ താല്പര്യം? എന്താ വേണമെന്ന് തോന്നുന്നത്? എനിക്ക് വടക്കാഞ്ചേരിത്തെ കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ താമസം തൃശ്ശൂരായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. അല്ല, എന്തുകൊണ്ടാണ് ഇത്രയും പ്രിയപ്പെട്ട സ്ഥലമായിട്ട് പോലും വേണേട്ടൻ വടക്കാഞ്ചേരിയെ വിട്ട് തൃശ്ശൂരിലേക്ക് പോയത്? അങ്ങനെ ഇല്ല. നമ്മൾ അന്ന് ഞാൻ തൃശ്ശൂർ പോകുമ്പോൾ സൗകര്യങ്ങൾ കുറച്ച് കൂടുതൽ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വടക്കാഞ്ചേരിയെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് വടക്കാഞ്ചേരിയാണ്. പണ്ടൊക്കെ ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും അവിടെ വരുമായിരുന്നു മടങ്ങി വന്നതിന് ശേഷം. ഇപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വേണ്ട, നോക്കൂ, നമ്മുടെ വടക്കാഞ്ചേരിയുടെ പ്രത്യേകതയായിട്ട് ഞാൻ മണലൂർ താമസിക്കുന്ന ഒരാളാണ്. 38 വർഷം കഴിഞ്ഞു. വടക്കാഞ്ചേരിക്കാർ വന്ന് താമസമാക്കിയുന്നവരെ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നു. അത് ഈ വടക്കാഞ്ചേരിയുടെ പഴയകാല പാരമ്പര്യവും ഒരു സാംസ്കാരിക മതേതര മഹത്വത്തിൻ്റെ അടയാളമാണോ? എന്താ തോന്നുന്നു? തീർച്ചയായിട്ടും മറ്റുള്ളവരെ എല്ലാവരും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വടക്കാഞ്ചേരിക്കാർക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കാലത്തും ഇവിടെ ഒരു വർഗീയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് എല്ലാ മേഖലയിലും മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള ഒരിടം കേരളത്തിലേക്ക് വളരെ ചുരുക്കമാണ്. പലയിടങ്ങളിലും പുരോഗമനമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ നമ്മുടെ പൂരത്തിന്റെ ആവട്ടെ, മറ്റ് സാംസ്കാരിക രംഗങ്ങളിലാവട്ടെ. എൻ്റെ ചെറുപ്പത്തിൽ പുല്ലാനക്കാട് മറ്റേ പള്ളിയിലെ പെരുന്നാളിലൊക്കെ ഒരുമിച്ച് ബാൻഡിന്റെ കൂടെ നടന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഈ ഇരട്ടകുളങ്ങരയും മറ്റേ മച്ചാടും പൂരങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ആ അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന മറ്റേ ആ ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും ധാരാളം അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആ പൂരത്തിനോട് ചോദിച്ച് പോകുന്ന കാഴ്ച കാണാറുണ്ട്. മറ്റേ മച്ചാട് പൂരത്തിന് ഇപ്പോഴും കുതിര എടുത്ത് മുകളിലേക്ക് എറിയാൻ ചില മുസ്ലിം സുഹൃത്തുക്കളും സഹോദരന്മാരുണ്ടാവുന്നു പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല മറ്റേ പാരമ്പര്യമുള്ള ഒരു മണ്ണ് തന്നെയാണ് വടക്കാഞ്ചേരി. അപ്പോൾ ആ മണ്ണിൽ നമുക്ക് അഭിമാനം കൊള്ളാം അല്ലേ? തീർച്ചയായിട്ടും അഭിമാനം കൊള്ളാം. വേണേട്ടൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ടോ? അവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അവരൊക്കെ കണ്ടുമുട്ടാറുണ്ടോ? ഇല്ല, എൻ്റെ ആ കാലഘട്ടത്തിലെ സുഹൃത്തുക്കളൊന്നും ഇപ്പോൾ അങ്ങനെ സ്കൂളിൽ പഠിച്ച ആൾക്കാരും ഒന്നുമില്ല. ഇപ്പോൾ ഈയിടെ അന്തരിച്ചു പോയി എൻ്റെയും ഗുരുനാഥനായിരുന്ന ശ്രീ മാടമ്പ് രവിയായിട്ടുള്ള സൗഹൃദം എങ്ങനെ ഓർമ്മയിലായിട്ട്? നല്ല സൗഹൃദമായിരുന്നു. മറ്റേ എന്നെ ഗൗരവമായിട്ടുള്ള വായനയിലേക്ക് എന്നെ മറ്റേ വഴിതിരിച്ചു വിട്ട ഒരാളാണ് രവി. ആ മറ്റേ അവരുടെ വീട്ടിലെ ലൈബ്രറി പിന്നെ മറ്റേ ലൈബ്രറി അദ്ദേഹം ഒരു സ്പോർട്സ്മാനും കൂടിയായിരുന്നില്ലേ? അത് ഓർമ്മകളുണ്ടോ? ക്രിക്കറ്ററായിരുന്നു. ഫാസ്റ്റ് ബോളറായിരുന്നു. ഇവിടെ ഒരു പിന്നെ ഞാനിവിടെ വടക്കാഞ്ചേരി ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്നു. 21 വയസ്സിൽ 7 പേർക്ക് ശമ്പളം കൊടുത്തിട്ടുള്ള ഞാൻ പ്രിൻസിപ്പാളായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജ്. എന്തായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേര്? ആൽഫ ക്ലാസസ്. അന്ന് അതിൽ രവി പഠിപ്പിച്ച ഇംഗ്ലീഷ് ആയിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ വിവിധ മേഖലകളിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് അങ്ങ്. ഇപ്പോൾ വേണമെങ്കിൽ 70 വയസ്സ് പിന്നിട്ടു അല്ലേ? 73 പിന്നിട്ടു.
മക്കളും കുടുംബമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വേണേട്ടൻ്റെ? എനിക്ക് ഭാര്യ 2 മക്കള്. മൂത്ത മകൻ വിഷ്ണു, അയാൾ CA കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെ തൃശ്ശൂരാണ്? തൃശ്ശൂർ. മോള് ഇന്ദുരേഖ, ഭർത്താവ് അമേരിക്കയിൽ സിയാറ്റിൽ. അപ്പോൾ സംതൃപ്തമായ കുടുംബജീവിതമാണ്. അതെ. ഇപ്പോഴും വടക്കാഞ്ചേരിയിലെ പഴയകാല ഓർമ്മകളൊക്കെ എങ്ങനെ അയവറക്കാറുണ്ടോ വേണട്ടൻ? തീർച്ചയായിട്ടും. ഇത്തവണത്തെ പൂരത്തിന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതാമെന്ന് വിചാരിക്കുന്നത് വടക്കാഞ്ചേരിയിലെ പഴയ കടകൾ, പഴയ പീടികകൾ. നമ്മുടെ വടക്കാഞ്ചേരി അങ്ങാടിയിലുള്ള പഴയ പീടികകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി, മറിഞ്ഞു പോയി. എല്ലാം ഇപ്പോഴത്തെ പീടികളൊക്കെ പുതിയ പീടികളാണ്. അതെ, പുതിയ കാലത്തിൻ്റെതാണ്. അത് ഞാൻ ഒരു പീടിക മാത്രം, ഒരു പഴമ നിലനിർത്തുന്ന ഒരു പീടികയായിട്ട് എന്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയണില്ല, വേണ്ട. അതിനെ കുറിച്ചൊരു അപ്പൊ ഇപ്പോഴും ആ പഴമകളെയൊക്കെ വീണേട്ടൻ ഓമനിക്കുന്നു, സൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീണേട്ടൻ്റെ സാംസ്കാരിക പ്രവർത്തനം മൂലം വടക്കാഞ്ചേരിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായെന്നാണ് എന്നെപ്പോലുള്ള എളിയ സാംസ്കാരിക പ്രവർത്തകർ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പ്രായത്തിലും അങ്ങയുടെ ഊർജ്ജസ്വലമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടരട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങയുടെ അന്ന് ആ പഴയ കാലത്തെ കഥകൾ തീർച്ചയായും അത് പുസ്തകമാക്കണം. വരും തലമുറകൾ വടക്കാഞ്ചേരിയിലെ സാംസ്കാരിക പ്രവർത്തകരെ ഓർക്കുമ്പോൾ അങ്ങും അതിൽ എഴുത്തുകാരനായി ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.